എന്റെ ചേച്ചി, കുറച്ചു നേരമായിട്ട് നിനക്ക് എന്താ പറ്റി? നീ ഇവിടെ ഒന്നും അല്ലല്ലോ. ഒന്നുമില്ല ചേച്ചി, ഒരു സുഖമില്ല. അത് മനസ്സിലായി, ഒന്നുമില്ലാന്ന്. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഞാൻ പോവാം. നിക്ക്. എന്താ കാര്യം? കർത്താവേ, ഇതെന്താ ഇടിവെട്ടാ? ഒന്ന് അടങ്ങിയിരിക്കാന്നാ. ഞാൻ പറയട്ടെ? എന്ത്? നീ നല്ല അസല് പ്രേമത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. നീ വല്ല ജോത്സ്യം പഠിച്ചിട്ടുണ്ടോ? നിന്റെ കാര്യത്തിൽ എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? എന്നാ അതന്നെയാണ്, അങ്ങനെ ഒരാളുണ്ട്. കൂടെ പഠിക്കുന്നതാ? അല്ല, കൽക്കട്ടയെ വെച്ച് പരിചയപ്പെട്ടതാണ്. ആളൊരു ആർട്ടിസ്റ്റാണ്, പേര് ജൂഡ്. അടിപൊളി. എന്നാലും നീ ഇത് എന്നോട് പറഞ്ഞത് മഹാമോശമായി. നിനക്ക് എന്റെ അടുത്ത് ദേഷ്യമുണ്ടോ? ആ, ഉണ്ട്. പക്ഷെ ഇപ്പൊന്നും പറയുന്നില്ല. പണി ഞാൻ തരുന്നുണ്ട്. എടി, ഇത് നീ വിചാരിക്കുന്ന പോലെ അധികം കാലമൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ തവണ ഇവിടെ വന്ന് പോയ ശേഷം പരിചയപ്പെട്ടതാ. ഇവിടെ വന്നപ്പോൾ അത് പറയാനുള്ളൊരു മൂഡിലല്ലായിരുന്നു. ഞാൻ കുറച്ച് കൺഫ്യൂഷനിലാണ്. അതെനിക്ക് തോന്നി. നീ എന്തിനാ ഈ പാതിരാത്രി ബാൽക്കണിയിൽ വന്ന് നഖം കടിക്കണെന്ന്. അത് പിന്നെ ജൂഡിന്റെ പപ്പയ്ക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. തീരെ വയ്യാതിരിക്കുന്ന ആളാ. ജൂഡ് ഞങ്ങളുടെ റിലേഷനൊക്കെ വീട്ടിൽ പറഞ്ഞിരുന്നു. ആദ്യമൊക്കെ എതിർപ്പായിരുന്നു. പിന്നെ ഞാനിവിടെ വരുന്നതിന്റെ 2 ദിവസം മുന്നെയാണ് അവർ ഓക്കെ പറഞ്ഞത്. പുള്ളി അതിന്റെ ഭയങ്കര സന്തോഷത്തിലാ. ഓ, ആ ലെവൽ വരെയൊക്കെ എത്തിയോ? എന്നാ പിന്നെ പോയി പുള്ളിക്കാരന്റെ പപ്പയൊന്ന് കണ്ടിട്ട് വാ. അതാണ് പ്രശ്നം. ആളുടെ വീടിവിടെ അടുത്തൊന്നും അല്ല. ആര്യപ്പാറന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതാണ്. ഒരു 7 മണിക്കൂർ യാത്രയുണ്ട്. ജൂഡ് നാളെ പുലർച്ചെ കാറുമായിട്ട് വരാന്നാ പറഞ്ഞത്. പോയാ ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റൂ. ഓ, എന്നിട്ട് നീ എന്താ തീരുമാനിച്ച? ഞാൻ എന്താ ചെയ്യണ്ടേ, നീ പറ. തൽക്കാലം നാളെ പോയിട്ട് വാ. ബാക്കിയൊക്കെ വന്നിട്ട് ശരിയാക്കാം. ഹാപ്പി ആയില്ലേ? ഞാൻ വന്നിട്ട് കഴിക്കാം. അന്ന് പുലർച്ചെ ജൂഡ് കാറുമായിട്ട് വന്നു. ഞാൻ കൊടുത്ത ധൈര്യത്തിൽ അവൾ അയാൾക്കൊപ്പം പോയി. പക്ഷെ പിറ്റേന്ന് പറഞ്ഞ സമയത്ത് അവൾ തിരിച്ചെത്തിയില്ല. പിന്നീട് ഒരിക്കലും. നാല് ദിവസം കഴിഞ്ഞപ്പോൾ പപ്പ പോലീസിൽ പറഞ്ഞു. ജെസ്സി പറഞ്ഞ വളരെ കുറച്ച് കാര്യങ്ങളെ എനിക്ക് ജൂഡിനെ പറ്റി അറിയാമായിരുന്നുള്ളൂ. വീട്ടുകാരോടെല്ലാം ഇത്രയും ദിവസം മറച്ചു വെച്ചതുകൊണ്ട് എനിക്കിതൊക്കെ തുറന്നു പറയാൻ പേടിയായിരുന്നു. ഫാദർ, ഞാൻ അന്ന. ഈ ബുക്ക് ഇവിടുത്തെ ലൈബ്രറിയിലാണ് തോന്നുന്നു. ഇത് എടുത്തു തരണമെങ്കിൽ ആളുടെ അഡ്രസ്സ് ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഈ ബുക്ക് എടുത്താരാണെന്ന് അറിയാൻ എനിക്ക് രജിസ്റ്റർ വെക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട് ജൂഡിനോടുത്ത ബുക്കാണ്. ഇതെങ്ങനെ തനിക്ക് കിട്ടി? ഫാദറിന് ജൂഡിനെ അറിയൂ? പിന്നല്ലാതെ. ജൂഡിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്.
കഴിഞ്ഞ 2 ആഴ്ചയായി ഞാൻ അവനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഫാദർ, ഇതിന്റെ സിസ്റ്ററിന്റെ ബാഗിൽ നിന്ന് കിട്ടിയ ബുക്കാ. കുറച്ച് ദിവസം മുന്നേ അവള് ജൂഡിനൊപ്പം ആര്യപ്പാറയിലേക്ക് വന്നിരുന്നു. ഒരു ദിവസത്തേക്കാ വന്നത്. ഇപ്പൊ ഒരാഴ്ചയായി. ഇവിടുത്തെ വേറെ അഡ്രസ്സൊന്നുമില്ല. ഈ ബുക്ക് മാത്രമേ ഉള്ളൂ ഒരു അഡ്രസ്സായിട്ട്. കുട്ടി എന്തായി പറയുന്നത്? ജൂഡ് നാട്ടിൽ വന്നിട്ടില്ല. എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് അറിയും. പിന്നെ അവനോട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കാണാതെ പോവുകയില്ല. പക്ഷെ ഫാദർ, അവൾ അയാളുടെ കൂടെ ഇങ്ങോട്ട് തന്നെ വന്നത്. അതെനിക്ക് ഉറപ്പാ. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ജൂഡിന്റെ ഫാദറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവരിങ്ങോട്ട് വന്നത്. അന്നയ്ക്ക് ഉറപ്പാണോ അവരിങ്ങോട്ട് തന്നെയാണ് വന്നതെന്ന്? അതെ ഫാദർ. അവൾക്ക് എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് അവരുടെ അഡ്രസ്സ് ഒന്ന് തരാവോ? ഓക്കെ, അവരുടെ അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അന്ന പറയുന്നത് ശരിയാണെങ്കിൽ എന്നാണ് അവരിങ്ങോട്ട് പുറപ്പെട്ടത്? ഇന്നേക്ക് 6 ദിവസം. എന്താ ഫാദർ, എന്തെങ്കിലും പ്രോബ്ലം? അന്ന അത് പിന്നെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ തോന്നലും ആവും. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫാദർ എന്താ ഉദ്ദേശിക്കുന്നത്? ജൂഡിൻ്റെ കുടുംബം പള്ളിയും സഭയായി നല്ല സഹകരണമൊക്കെ ആണെങ്കിലും എന്തൊക്കെയോ ചില പുകമറകൾ ആ കുടുംബത്തെ ചുറ്റിപ്പറ്റി കേൾക്കുന്നുണ്ട്. അന്ന് ഈ ഡബിൾ വർഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എവിടേക്കോ വായിച്ചിട്ടുണ്ട്. ഈ സാത്താനിക്. അതെ, കാര്യസാധ്യത്തിനായി രഹസ്യമായി നീചശക്തികളെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ബെഞ്ചമിൻ ഫാമിലിയെക്കുറിച്ച് രഹസ്യമായി അങ്ങനെ ചില സംസാരങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ജൂഡിനെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനത് ഇതുവരെ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഈ അടുത്ത്, കൃത്യമായിട്ട് പറഞ്ഞ 2 ആഴ്ച മുമ്പ്, ജൂഡിന്റെ ബ്രദർ ഡെന്നിസിന്റെ കൂടെ ഞാനൊരാളെ കണ്ടു. മിസ്റ്റർ ഗബ്രിയൽ. സാത്താന്റെ സേവകരിൽ വളരെ പ്രധാനിയായിട്ടുള്ള ഒരു പുരോഹിതനാണ് അയാൾ. അയാൾ ആയിരപ്പാറയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നി. ഈ വിവരമൊന്നും അറിയിക്കാനായി 2 ആഴ്ചയായി ഞാൻ ജൂഡുമായി ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഫാദർ, അന്നെ ഭയപ്പെടാതിരിക്കൂ. താനിപ്പോ ആ വീട്ടിൽ പോയി അന്വേഷിച്ചാലും അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ സത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. തൽക്കാലം നമുക്ക് ജൂഡ് എവിടെ എത്തിയിട്ടുണ്ടോന്ന് അറിയണം. പക്ഷെ അതൊരിക്കലും ആ വീട്ടിൽ കയറി അന്വേഷിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുക? സ്റ്റേഷനിലൊന്ന് പറഞ്ഞാലോ? ആവാം, പക്ഷേ നമ്മുടെ ഊഹങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട. ഒരുപക്ഷെ അവരോട് വന്നിട്ടില്ലെങ്കിലോ? അതിപ്പോ ഞാൻ എങ്ങനെയാ? അന്ന കഴിയുമെങ്കിൽ ആ വീട്ടിലൊന്ന് കയറണം. പക്ഷേ അതൊരിക്കലും ജെസ്സിയുടെ ചേച്ചി അന്നയായിട്ടാവരുത്. പിന്നെ ജൂഡിന്റെ പപ്പ മിസ്റ്റർ ബെഞ്ചമിൻ കുറച്ചു നാളായിട്ട് വയ്യാതിരിക്കുകയാണ്. അവിടേക്കൊരു ഹോം നേഴ്സിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് ഇവിടെ കപ്പ്യാർ പറയുന്നത് കേട്ടു. ആ വഴിക്കൊന്ന് അവിടെ കയറി പറ്റാനായാൽ. പുതിയ പേരും വിലാസവുമായി ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു തിരിച്ചു കയറാനാവാത്ത ഗുഹയിലേക്കുള്ള യാത്രയാണതെന്ന്. ആരാ? ഞാൻ ഹോം നേഴ്സ്. ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരൂ. അപ്പച്ചൻ കുറച്ചാളായിട്ട് വീൽ ചെയറിൽ തന്നെയാണ്. വരൂ. അപ്പച്ചനെ നോക്കാൻ വന്ന ഹോം നേഴ്സാണ്. ആ, എന്താ പേര്? അന്ന. എവിടാ സ്ഥലമൊക്കെ? കോട്ടയത്താ. ഓ, അതിപ്പോ ഒരുപാട് ദൂരാണല്ലോ. പോയി വരാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഇവിടെ നിന്നോളാം. അതെ, അതായിരിക്കും നല്ലത്. അന്ന ബാഗ് ആ മുറിയിൽ വെച്ചോളൂ. ശരി.